ഞങ്ങളുടെ സിനിമയുടെ ഹീറോ രജൻ കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുതുമുഖ നായകനായി ആക്ഷൻ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വ്യക്തമായ ധാരണയുള്ള സൂക്ഷ്മാഭിനയം കൈമുതലാക്കിയ നടൻ. ഡയലോഗ് വളരെ വേഗത്തിൽ പഠിച്ച് പറയാൻ പറ്റുന്ന മലയാളത്തിലെ വളർന്നു വരുന്ന ഒരു കലാകാരൻ, നായികകളാണ്. സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അത് കൃത്യമായി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള പുതുമുഖ നായിക. ചോദ്യങ്ങൾ ചോദിച്ച് കൃത്യമായി സിറ്റുവേഷൻ എന്ത് ഇമോഷനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സംവിധാനവുമായി ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക നായിക. ഡെയ്സൺ സെക്കൻഡ് ഹീറോ. ഇതിലൊരു പോലീസ് വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സ്ത്രീ സുരക്ഷയെക്കുറിച്ച് അവയർനെസ് നൽകുന്ന കശ്മീരോട് എന്ന ഷോർട്ട് ഫിലിമിൽ പോലീസ് വേഷം ചെയ്തു. അന്നു മുതൽ കേൾക്കുന്ന ഒരു കമന്റാണ്, അദ്ദേഹം ഈ പോലീസിന്റെ യൂണിഫോം ഇട്ടുകൊണ്ടില്ല, ഒരു റിയൽ പോലീസാണ് അദ്ദേഹം എന്ന് ആൾക്കാർക്ക് തോന്നി. അനൂപ് മറ്റൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്ത ആക്ടറാണ് അനൂപ്. അനൂപിന്റെ ക്യാരക്ടർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു സീരിയസ് ക്യാരക്ടറാണ് സ്ക്രിപ്റ്റിനകത്ത്. പക്ഷേ അനൂപ് അതൊന്നും ഇംപ്രൂവൈസ് ചെയ്തത്, അതിനകത്ത് ഒരു നർമ്മം കൊണ്ടുവരുന്ന രീതിയിൽ ഫസ്റ്റ് ഷോട്ട് അദ്ദേഹം ഒരു ഇംപ്രൂവൈസേഷൻ, അത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അതിനെ തുടർന്ന് അനൂപിനോട് പറഞ്ഞു ഈ ഒരു ലെവലിൽ തന്നെ ഒന്ന് പിടിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തമാശ കലർന്ന ഒരു ക്യാരക്ടർ ആക്കി മാറ്റിയെടുത്തപ്പോൾ ആ സിനിമയ്ക്ക് മറ്റൊരു ഫ്ലേവർ നൽകിയ ഒരു നടനാണ്. ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ്. മുമ്പ് ചില ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. പഴുതുന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ഞങ്ങൾ പ്രേക്ഷകരുടെ കയ്യിലേക്ക് ജനുവരി മാസം തരികയാണ്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും അനുഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞങ്ങളെന്ന പുതിയ കലാകാരന്മാരെ സിനിമയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നിങ്ങൾ വളർത്തുകയാണ്. എൻ്റെ പേര് രജൻ കൃഷ്ണ. കൊല്ലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ആദ്യത്തെ ഫിലിമാണ്. സ്റ്റാലിൻ സാറുമായിട്ട് ചേർന്ന് മനോഹരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ക്യാരക്ടർ ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയതുകൊണ്ടും സസ്പെൻസ് നിൽക്കുന്നത് കൊണ്ടും കൂടുതലായിട്ടൊന്നും പറയരുതെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല. ക്ഷമിക്കുക. എൻ്റെ പേര് നീള എന്നാണ്. സ്ഥലം ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രമാണ് വരുന്നത്. എൻ്റെയും ഡെബ്യൂ ഫസ്റ്റ് മൂവിയാണ്. ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. റൈറ്റിങ്ങിലും ഞാൻ കൈവച്ചിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു ബോൾഡായിട്ടൊരു ക്യാരക്ടറാണ്. വിമൻ സെൻട്രലൈസ്ഡ് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരു ഒരു ആക്ടിങ് മോഡുള്ളൊരു ക്യാരക്ടറാണ്. കൂടുതൽ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ പറയണം എനിക്ക് വലിയ സാധ്യതകളെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാര്യം സസ്പെൻസ് ഉള്ളത് കൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ചെയ്തത് പ്രത്യേക സ്റ്റാലിൻ സാർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ലേഡിയുടെ ഇമോഷൻ, ഒരു സ്ത്രീയുടെ ഇമോഷൻ സൈഡ്സ് കൂടുതലായിട്ട് നമുക്ക് തരാനായിട്ട് പറ്റിയൊരു വർക്കാണ്. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ പേര് അനൂപ്. എൻ്റെ സ്ഥലം ചങ്ങനാശ്ശേരിയാണ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്.
ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിംസ് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. സാറ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ്റെ ഒരു കഥാപാത്രം തന്നെ 2 സ്വഭാവ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ സീനിലും എന്തെങ്കിലും ഒരു എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പേടിച്ചാണ് ചെയ്തത്. അത് കുറയും, അല്ലെങ്കിൽ ആ സീൻ കട്ട് ചെയ്ത് കളയും എന്നൊക്കെ പേടിച്ചാണ് ചെയ്തിരുന്നത്. പക്ഷെ അത് അദ്ദേഹം അതല്ല, സെറ്റിലുള്ള എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ പേര് ഡൈസൺ തോമസ്. തൃശ്ശൂരിലാണ്, ദുബായിൽ വർക്ക് ചെയ്യുന്നു. കുറച്ച് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ മൂവിയാണ്. ഇതിലൊരു പോലീസ് ഓഫീസറായിട്ടാണ് ഞാൻ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മൂവി തുടങ്ങുന്നത് ഒരു പുതിയ സിനിമ നമുക്ക് തുടങ്ങിയാലോ എന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് കുറച്ച് സുഹൃത്തുക്കൾ കൈകോർത്തു. ആ സുഹൃത്തുക്കളുടെ കോണ്ടാക്റ്റിലൂടെ മറ്റൊരുപാട് സുഹൃത്തുക്കൾ പൊളിച്ചു. ഒരു വലിയ സുഹൃത്ത് വലയം, ഒരു പുതിയ സുഹൃത്ത് വലയം പഴുതെന്ന സിനിമയുടെ പിന്നിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ സുഹൃത്ത് വലയത്തിൻ്റെ ശക്തിയാണ് ഈ സിനിമ ഇന്ന് ഈ ജനുവരി മാസം റിലീസിലോട്ട് എത്തിക്കുന്നത്. ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള സുഹൃത്തുക്കൾ ഈ സിനിമയുടെ മുന്നിലും പിന്നിലുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് വിവിധ ഭാഗത്താണ് സിനിമയുടെ കൂടുതൽ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക പോയിന്റിൽ സ്റ്റോറി അവസാനിക്കുന്നുണ്ട്. അവിടെ 2 ലൊക്കേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ കൂട്ടായ ചർച്ചയിലൂടെയാണ് കഥയും സ്ക്രിപ്റ്റും എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്. വീണ്ടും ചർച്ചകളാണ് നമുക്കിതിനെ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോയാലോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നു. ഇപ്പൊ കഥയ്ക്ക് ഒരു പുതിയ ട്വിസ്റ്റ് വരുന്ന രീതി വീണ്ടും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നു. അങ്ങനെ 2nd, 3rd ഷെഡ്യൂൾ വെച്ചാണ് പുതിയ പുതുമകളാണ് ചെയ്തെങ്കിലും അത്രയും സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെന്റ് എഫേർട്ടും ഇട്ട് എടുത്തിരിക്കുന്ന ഒരു മൂവിയാണ്. ഒരു തട്ടിക്കൂട്ട് സിനിമയിലോട്ട് പോകുന്ന സിനിമയെ ഗൗരവമായിട്ട് തന്നെ കാണണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് കൂടുതൽ ഭാഗങ്ങൾ ഞങ്ങൾ റീതിങ്ക് ചെയ്ത് ആഡ് ചെയ്യും. അങ്ങനെ ഒരു സ്ട്രോങ് മൂവി പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നു എന്ന വലിയ വിശ്വാസമുണ്ട്. സിനിമ കാണുന്ന പ്രേക്ഷകന് 2 ചോദ്യങ്ങൾ മനസ്സിനകത്തുണ്ടാകും എന്നത് ഉറപ്പാണ്. വാട്ട് ഈസ് നെക്സ്റ്റ്, ഹൂ ഈസ് നെക്സ്റ്റ്? ഈ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അത് ഉണ്ടാകുമെന്നത് ഒരു സംവിധാനമാണ്. എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസ്, സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് തരുന്ന ഏറ്റവും വലിയ അഷ്വറൻസ് അത് തന്നെയാണ്. നിങ്ങളെ ലാഗില്ലാതെ പിടിച്ചിരിക്കാൻ ഈ മൂവിക്ക് സാധിക്കും. സിനിമയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, സിനിമയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ ഒരു തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പുതുമകളായ ഞങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസുകൾ ഉണ്ടാകും ഉണ്ടായിട്ടുണ്ടാകും നിങ്ങൾക്കറിയാം. ഈ ചലഞ്ചസുകൾ ഉണ്ടാകുമ്പോഴും ഇത് ഫിനിഷ് ചെയ്ത് പുറത്തിറക്കണം, പ്രേക്ഷകരിൽ എത്തിക്കണം എന്ന ഒരു നിർബന്ധം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എൻ്റെ വലുത് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹീറോ രജൻ കൃഷ്ണൻ. എനിക്ക് അദ്ദേഹം രജൻ ഭായി. ഈ സിനിമയിലാണ് രജൻ കൃഷ്ണയെ പരിചയപ്പെടുന്നത്. ഞാൻ അദ്ദേഹത്തെ രജൻ ഭായി എന്ന് വിളിക്കും. അദ്ദേഹം തന്നെ സ്റ്റാലിൻ ചേട്ടാണ്. അദ്ദേഹത്തിന് അത്ര പ്രായമൊന്നും എനിക്കില്ല, എന്നാലും ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. എന്നെ പ്രായം കുറവാണ്. അങ്ങനെ രജൻ ഭായിയായിട്ടുള്ള ഒരു സൗകര്യം മുന്നോട്ട് പോകുമ്പോൾ
എൻ്റെ ഒരു ബാക്ക് ബോണായിട്ട് ഞാൻ മെന്റലി ഡൗൺ ആകുമ്പോൾ ബാക്ക് ബോണായിട്ട് നിന്നൊരു വ്യക്തിയാണ് രജൻ ഭായി. അതുകൊണ്ടാണ് ഈ സിനിമ ഇന്ന് ജനുവരി ഈ ഒരു ഘട്ടത്തിലെത്തി ജനുവരി മാസം റിലീസാകാനായിട്ട് പോകുന്നത്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ഈ നായിക, എൻ്റെ ആക്ടേഴ്സ്, ഇതിൻ്റെ ക്യാമറാമാൻ, ഇതിൻ്റെ എഡിറ്റർ, ഇതിൻ്റെ ബീജിയത്തിൻ്റെ ശ്രീനാഥ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പറയും ഭയങ്കരമായിട്ട് എനിക്ക് 5.1 മിക്സ് ചെയ്യുന്ന സ്ഥലത്തിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു തിരുപ്പതമുണ്ട് ബീജിയം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ. മാക്സിമം ഞങ്ങളെ കൊണ്ട് മാക്സിമം നല്ലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. തുടർന്നും പുതിയ പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പുതുമുഖങ്ങളെ വെച്ച് തന്നെ ഞങ്ങളുടെ ടീമുണ്ട്, ഞങ്ങളൊന്ന് പുതുമുഖങ്ങളെ വെച്ച് തന്നെ ഒരു പ്രോജക്റ്റ് ആരംഭിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സ്ക്രിപ്റ്റ് ലോക്കാക്കി ഞങ്ങൾ വച്ചിരിക്കുന്നത് ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ലോക്കാക്കിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് ഒരു 1-2 വർഷത്തിന് ശേഷം നിങ്ങളുടെ മുന്നിൽ എത്തും. അതിൻ്റെ പണിപ്പൊരിയാണ്. പഴയ സിനിമയെ നിങ്ങൾ അനുഗ്രഹിക്കണം. അതിനോടൊപ്പം ഞങ്ങളുടെ പുതിയ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആകാനായിട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാകണം എന്നുകൂടെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യും. ത്രില്ലർ സിനിമ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ആദ്യ സിനിമയാണല്ലോ. ആദ്യ സിനിമയാണ്. ഒരു പ്രത്യേക ജോൺ തന്നെ വേണം എന്ന രീതിയിലല്ല ഇതിന്റെ തുടക്കം ചർച്ച ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ ജോയിൻ ചെയ്ത 7 പേരും 7 കഥ പറയുന്നു. അപ്പോൾ അതിനകത്ത് പല സ്റ്റോറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നുകൊണ്ട് അതിന് പറ്റിയ ഒരു ത്രെഡ് ഞങ്ങൾ ആദ്യം സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് തിയേറ്ററിലും OTT-യിലും ഇത് റൺ ചെയ്യണം, പ്രേക്ഷകരെ പിടിച്ചിരുത്തണം എന്നുള്ളത് കൊണ്ട് ഇന്ന് മലയാളം മൂവിയുടെ ട്രെൻഡ് അനുസരിച്ചുള്ള ത്രില്ലറാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അതിൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന മോഡ് തന്നെ എടുത്തത് സസ്പെൻസ് നിലനിർത്തി പോകുമ്പോൾ അടുത്തെന്താണെന്ന് അറിയാനായിട്ട് പ്രേക്ഷകർ എപ്പോഴും അത് തിയേറ്ററിലായാലും TV-യിലായാലും. അപ്പോൾ ഈവൻ വീട്ടിലിരുന്ന് കാണുന്ന പ്രേക്ഷകരായാലും അത് അവർ മൊബൈൽ എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ആ രീതിയിൽ അവരെ ഇരുത്തണമെന്നൊരു ആഗ്രഹവും മനസ്സിനകത്ത് ഉണ്ടായിരുന്നു. ഇതിൻ്റെ 5.1 പ്ലേസിങ്ങും വീഡിയോ ഒക്കെ നമുക്ക് ആസ്വദിക്കണമെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് തന്നെ ഈ സിനിമ കാണാം. എല്ലാവരും പുതുമുഖങ്ങളാണല്ലോ. എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിൽ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗിച്ചാൽ പോകാം എന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? അത് പൂർണ്ണമായിട്ടും പുതുമുഖം മതിയെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു ഉറച്ചതാണ്. പുതുമുഖങ്ങൾ മതി എന്നുള്ളത് ആദ്യമേ ഉള്ള തീരുമാനം. ഒരു ക്യാരക്ടർ ഇതിനകത്തൊരു ക്യാരക്ടർ ഒരു പുതുമുഖം കൊണ്ട് ചെയ്യിപ്പിച്ചു. ആദ്യത്തെ 2 സീൻ ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് കണ്ടിരിപ്പിച്ചു, നന്നായിട്ട് ചെയ്തു. പക്ഷെ ഇമോഷണലി ഔട്ട്ബ്രേക്ക് വരുന്ന ഒരു എണ്ണം വന്നപ്പോഴേക്കും അദ്ദേഹത്തെ കൊണ്ട് അതിന് ബാലൻസ് ചെയ്യാൻ പോകാം. പക്ഷെ സൗഹൃദത്തിന്റെ കൂട്ടായ്മകളുള്ളതുകൊണ്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, അദ്ദേഹം ബിൽഡിംഗ് ആയിരുന്നു. ആ ക്യാരക്ടർ മാറ്റി ഞങ്ങൾ വേറൊരു പുതുമുഖത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് വേറൊരു ഹൈപ്പ് കിട്ടുകയാണ്. പക്ഷെ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ പുതുമുഖങ്ങൾക്ക് തന്നെ അവസരം കൊടുക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് ഒരു ക്യാരക്ടർ പറ്റായിരുന്നപ്പോൾ അത് മാറ്റി പുതിയ ക്യാരക്ടർ കൊണ്ടുവന്നപ്പോഴേക്കും പുതുമുഖത്തിന് തന്നെയാണ് ഒരു ട്രിവാൻഡ്രത്തുള്ള ലക്ഷ്യമാണ് ചെയ്തിരുന്നത്. ജനുവരി മാസമാണ് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് അറിയിക്കും. ഞങ്ങളുടെ മനസ്സിനകത്തുള്ളൊരു ഡേറ്റ് ജനുവരി 16. അതിനുള്ള തീവ്രമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പേര് കാണുമ്പോൾ തന്നെ ഇതൊരു ഒരു കുറ്റാന്വേഷണ കഥയാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പം ഇതിനു വേണ്ടി എത്രമാത്രം എഫേർട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്ത്? കഥയും പേരൊക്കെ വളരെ വേഗത്തിലാണ് ഉണ്ടായത്. സത്യമാണ് 7 പേരും 7 കഥ പറയുന്നു, അതിലൊരു കഥ ഫിക്സ് ചെയ്യുന്നു. കഥ ഡെവലപ്പ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ രജൻ കൃഷ്ണൻ എന്ന നായകൻ കൊണ്ടുവരുന്നത്. നായകന് കഥ ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ് എല്ലാം വളരെ വേഗത്തിലാകണമെന്ന് നായകൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. വളരെ വേഗത്തിൽ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തത്. പല ബ്രെയിനുകൾ കൂടി ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റോറി
ഡെവലപ്പ് ചെയ്യാൻ സ്ക്രിപ്റ്റിലോട്ട് പോകാൻ അധികം സമയം വേണ്ടി വന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. എല്ലാം പുതുമുഖങ്ങളാണെന്നുള്ള രീതിയിൽ സംവിധായകൻ എന്നുള്ള രീതിയിൽ ഇത് എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്? എല്ലാം പുതുമുഖങ്ങളാണ്. ഇവരെയൊക്കെ അഭിനയിച്ചെടുക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് എത്രമാത്രം? ഞങ്ങളൊരു 3 days ക്യാമ്പ് വെച്ചായിരുന്നു. അഭിനേതാക്കൾക്ക് ഒരു പ്രാക്ടീസ് കിട്ടാനായിട്ട് 3 days ക്യാമ്പ് വെച്ചായിരുന്നു. അതിനകത്ത് ഞങ്ങൾ സ്ക്രിപ്റ്റിലെ രംഗങ്ങൾ തന്നെ നൽകിയാണ് അവരെ പ്രാക്ടീസ് ചെയ്തത്. പിന്നെ പ്രഗത്ഭരായ നടനും നടിമാരും ചെയ്ത ചില രംഗങ്ങളും ഇവർക്ക് പ്രാക്ടീസ് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ദിവസത്തെ ക്യാമ്പിന് ശേഷമാണ് ലൊക്കേഷനിലോട്ട് ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ക്യാമ്പിൽ വെച്ച് തന്നെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇവർ നല്ലൊരു ഔട്ട്പുട്ട് തരും എന്നുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പുതുമുഖങ്ങളുടെ പകർച്ചയില്ലാത്ത ആക്ടേഴ്സാണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ആരോടാണ് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? ഈ വർക്ക് ഈ പറഞ്ഞത് കുറച്ച് പേര് ചേർന്നിട്ടായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്. ആ കൂട്ടത്തില് എന്നെ അന്വേഷിച്ച ഒരാൾ വന്നിരുന്നു, ഇങ്ങനെ വർക്ക് ഉണ്ട്, സ്റ്റോറി ഉണ്ട്. അതിനുശേഷം ഈ ടീം എന്നെ കാണാൻ വന്നു. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ കണക്ക് ഒരു ക്യാമ്പ് വെച്ചപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തു. അതിൽ ഒരു ഡേ ക്യാമ്പിൽ എനിക്ക് പോകാൻ പറ്റുള്ളൂ സമയമായതുകൊണ്ട് ക്യാമ്പിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ തന്നെ എടുത്ത് പറഞ്ഞു, ഓക്കെ ഫിക്സ് ആണ്, നീ വന്നോളൂ, ഷൂട്ടിന്റെ ഡേറ്റ് അറിയിക്കാം എന്നാ പറഞ്ഞത്. അതായിരുന്നു എന്നെ ഇവരെങ്ങനെയാണ് കണ്ടെത്തിയത്. ഇതിനകത്തെല്ലാം പുതുമുഖങ്ങളാണല്ലോ. അപ്പൊ ഈ ഇവരെല്ലാവരെയും കൂടെയും വർക്ക് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഞാനും കുടുംബമാണല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും സപ്പോർട്ടീവ് ആയിരുന്നു. കാര്യം ഇപ്പം ഞാൻ മാത്രം ആക്ട് ചെയ്തത് കൊണ്ട് റിസൾട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കില്ല. ഇപ്പം എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ തരുന്ന റിയാക്ഷൻസിലാണ് ഞാൻ കൂടുതലായിട്ട് എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നത്. കാര്യം ഞാനൊരു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വിഷമമുള്ള സീൻ അഭിനയിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിരിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ എനിക്ക് അത്രയും ടെൻഷൻ ആവാനേ ചാൻസ് ഉള്ളൂ. പക്ഷെ ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവര് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് തരുന്ന റിയാക്ഷൻസ് നല്ലതായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റി ഈ ക്രൂവായിട്ട്. താങ്ക് യു. ഇതിലെ എല്ലാ നായികരോടൊക്കെ വർക്ക് ചെയ്തപ്പോ എങ്ങനെയുണ്ടായിരുന്നു? ഈ സിനിമയിലെ എല്ലാ നായികയായാലും എല്ലാ ഫുൾ ക്രൂ ആയിട്ട് എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? എൻ്റെ ആദ്യത്തെ ഫിലിമാണ്. സ്റ്റാലിക്കയുടെ പറഞ്ഞ കണക്ക് ഈ ഫിലിമിൻ്റെ കഥ കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് തുടങ്ങണമെന്ന് പറഞ്ഞ സത്യമാണ്. കാരണം ഇത്രയും മനോഹരമായ ഒരു സ്റ്റോറി ഒരു ക്യാരക്ടർ മറ്റാർക്കെങ്കിലും കൊടുത്താലോ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്ന് പറഞ്ഞത്. ഫിലിമിൽ ഉള്ള ക്യാരക്ടർ നായകൻ എന്നുള്ളതല്ല, ഇതിനകത്ത് 2 ജോണറുകൾ പോകുന്ന ഒരു സംഭവമാണ്. ജോണറല്ല, 2 ക്യാരക്ടറും 2 രീതിയിലാണ് പോകുന്നത്. കൂടുതലായിട്ട് പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നല്ലൊരു ക്രൂ ആണ്. ക്രൂ മെമ്പേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു, എസ്പെഷ്യലി ഡയറക്ടർ. എങ്ങനെയാണ് നമ്മളെ പോലീസ് വേഷത്തിൽ നിങ്ങളിലേക്ക് എത്തിയത്? പോലീസായിട്ട് വേഷിച്ചിരിക്കുന്നത് ഡൈസൺ തോമസ്. ഡൈസൺ തോമസ് എന്ന സുഹൃത്തിനെ എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ടച്ച് മീ നോട്ട്. അതിൻ്റെ മെയിൻ തീം തന്നെ സ്ത്രീ ഒരു അവസരമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന ടൈറ്റിലോട് കൂടിയാണ്, ഒരു കോൺസോട് കൂടിയാണ് ആ സിനിമ. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ സിബിയാണ്. അദ്ദേഹം വിദേശത്താണ്. സിബിയുടെ സുഹൃത്താണ് ഡൈസൺ. സിബി വഴിയാണ് ഡൈസൺ എന്നിലേക്ക് എത്തുന്നത്. എൻ്റെ ഷോർട്ട് ഫിലിമിൽ പോലീസ് വേഷം ചെയ്ത് ആ ഒരു കോൺഫിഡൻസിലാണ് ഇതിലേക്ക് ഡൈസൺ ഞാൻ ആ പോലീസ് വേഷത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അടുത്ത പടം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അതിന് പോലീസ് ഓഫീസർ തന്നെ ആയിരിക്കും? എനിക്ക് സത്യം പറഞ്ഞാൽ ഡൈസന് മറ്റൊരു വേഷം കൊടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമുണ്ട്. കാരണം അതൊന്ന് ബ്രേക്ക് ചെയ്യണം. ഞാൻ ഷോർട്ട് ഫിലിം അത് ചെയ്തു, ഇതിലും അത് ചെയ്തു. പക്ഷെ ഞങ്ങൾ വലിയ
പ്രോജക്റ്റ് കാണുമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടോ വീണ്ടും ഒരു പോലീസ് വേഷം തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ കുറെ നടന്മാർ മലയാള സിനിമയിലുണ്ട്. പോലീസ് ഒരു പടം എടുത്തു കഴിഞ്ഞാല്, ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ പോലീസ് ഓഫീസർ നമുക്ക് ഇന്ന ആളിനെ വിളിക്കാം. അപ്പൊ അങ്ങനെ ഭാവിയിൽ പോലീസ് വേഷം ചെയ്ത് തിരക്കുള്ള നന്നായി മാറട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. ഇതില് രജൻ കൃഷ്ണ ഇൻ പഴുത്. അപ്പോൾ ഫസ്റ്റ് പടമാണ്. അപ്പൊ ഇങ്ങനെ ഒരു നായകൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഡയറക്ടർക്ക് എങ്ങനെയാണ് കിട്ടിയത്? സത്യം പറഞ്ഞ സിനിമ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ചിന്തയില്ല. ഷൂട്ടിംഗ് വേളയിൽ രജൻ കൃഷ്ണ എന്ന നായകന്റെ അഭിനയമാണ്. ഈ ടൈറ്റിലിന് മുമ്പ് രജൻ കൃഷ്ണ ഈ എന്ന് തന്നെ കൊടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിലുണ്ട്. ഇതിൽ തന്നെ ഞങ്ങൾ രജൻ കൃഷ്ണയെ ഒരു പുതുമുഖ നായകനായിട്ടല്ല പരിചയപ്പെടുന്നത്, എമർജിങ് സ്റ്റാർ എന്ന ടൈറ്റിലോട് കൂടിയാണ് പരിചയപ്പെടുന്നത്. കാരണം അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ മികവ് കൊണ്ട് തന്നെയാണ് അങ്ങനെ കാണിച്ചത്. ദൈവം അതിനെ അനുഗ്രഹിക്കുമെന്ന് വലിയ കോൺഫിഡൻസ് എനിക്ക് തന്നെ ഉണ്ട്. ഒരു ത്രില്ലർ സിനിമയാണല്ലോ. അപ്പൊ ഒരു ഓഫീസർ ഡ്യൂട്ടിയൊക്കെ പോലത്തെ ഒരു സിനിമ ആയിരിക്കുമോ അവിടെ? നമ്മൾ ഇതുവരെ കണ്ട മലയാളം സിനിമയുടെ ഒരു പ്രതിഫലനവും ഇതിലുണ്ടാകും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു. ആ ഇൻസിഡന്റ് സൊല്യൂഷൻ അന്ന് തന്നെ ക്ലിയർ ചെയ്യേണ്ട പ്രഷർ വരുന്ന ഓഫീസേഴ്സ് അതെങ്ങനെ അവർ കണ്ടെത്തും? 24 മണിക്കൂറിനകത്ത് കണ്ടെത്തുവാൻ വലിയൊരു ടാസ്ക്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ കഴിവ്. പറഞ്ഞു സ്ക്രിപ്റ്റിൽ സഹായിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ പടത്തിലെ സ്ക്രിപ്റ്റിൽ സഹായിച്ചു എന്നാണോ? എൻ്റെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റില്. അതായത് പറഞ്ഞിട്ട് 2 സ്റ്റഡ്യൂൾസ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റഡ്യൂളിൽ വന്ന സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു കൂട്ടായ്മയുടെ മൂവിയാണ്. അതുകൊണ്ട് ഇവര് നായികയാണ്, ഇവര് അഭിനയിച്ചിട്ട് പോയാൽ മതി അങ്ങനെ ഒന്നല്ല. അല്ല, അവര് നായികയായിട്ട് വന്നതാണ്. സെക്കൻഡ് ഷെഡ്യൂളിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ ഷെഡ്യൂളിൽ ഞങ്ങൾ 7 പേര് മാത്രമായിരുന്നു ഡിസ്കഷൻ. പിന്നെ രജൻ കൃഷ്ണ വരുന്നു. പക്ഷെ രജൻ കൃഷ്ണ സ്ക്രിപ്റ്റിലൊന്നും ഇടപെടുന്നില്ല. ഫുൾ ഫ്രീഡം നമുക്ക് തരും. കാരണം അദ്ദേഹത്തിന് എന്തോ നമ്മളെന്തോ പരിചയപ്പെട്ട അന്നോ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അപ്പൊ നിളയോട് നമ്മൾ എഴുത്തുകാരി ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമുക്ക് കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ, ആ രീതിയിൽ. അല്ലാതെ നിള ഇങ്ങോട്ട് വന്ന് സ്ക്രിപ്റ്റിൽ ഇടപെട്ടതല്ല. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് നിളയോട് ആവശ്യപ്പെട്ടിട്ട് ഇതിന്റെ ഡയറക്ടർ പറഞ്ഞു ഹ്യൂമർ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ മീറ്റർ പിടിക്കാൻ പറഞ്ഞു. അപ്പോ പിന്നെ കുറച്ച് ഉത്തരവാദിത്വം കൂടും. അതപ്പോ എങ്ങനെ പിന്നീട് അവസാനം വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്? അവസാനം വരെ ഇല്ല, പിന്നീട് വേറൊരു സീരിയസ് രീതിയിലോട്ട് പോകാം. അതിന് കുറച്ച് ഭാഗങ്ങൾ മാത്രം. ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടി സാറ് പറഞ്ഞു തന്നപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഷൂട്ട് ചെയ്ത സമയത്ത് ചെയ്ത് കാണിച്ചു, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. ആക്ച്വലി അത് അനൂപിന്റെ ഒരു ബ്രില്യൻസ് ആണ്. ആ ക്യാരക്ടർ തന്നെ സീരിയസ് ആണ്. പക്ഷേ ആദ്യത്തെ കുറച്ച് ഭാഗത്ത് അതിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അത് ആ ക്യാരക്ടർ എടുത്ത് അനൂപിന് അത് കണ്ടെത്താൻ പറ്റിയപ്പോൾ ഇറ്റ്സ് ഗുഡ് എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതാണ് ആ ഒരു ഫ്ലേവറോടെ അത് വരാൻ. ഒരു ക്വസ്റ്റ്യൻ നായികനോട്, ഇത് ത്രില്ലർ സിനിമയാണ്, എല്ലാം പുതുമുഖങ്ങളാണ്. ഈ സിനിമയിൽ ഒരു ക്യാമിയോ ആയിട്ട് മമ്മൂട്ടിയോ ദിലീപ മോഹൻലാലിൽ വന്ന് എങ്ങനെ ഉണ്ടാവും ഈ സിനിമയിൽ? ഡയറക്ടറാണ് ശരിക്കും പറയേണ്ടത്, ഒരു നായികനോട്. ഫസ്റ്റ് ഓഫ് ഓൾ
ഒരു നായികയായിട്ട് വന്ന ആരുടെ ചോദിച്ചാലും ഈ പറഞ്ഞ നായകന്മാരുടെയും സന്തോഷമായിരിക്കും. പക്ഷേ ഈ ക്യാരക്ടറിന് പറ്റിയത് രജൻ ഭായി തന്നെയാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. കാര്യം പുള്ളി ചെയ്താൽ ഇത് ഓക്കെ ആവണമെന്ന രീതിയിലാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. പുള്ളിയുടെ മാത്രം മനസ്സിൽ കണ്ട് ചെയ്തൊരു സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ ഇത് വേറെ ആരും ചെയ്താലും ചിലപ്പോൾ പുള്ളി ചെയ്യുന്ന ആ ഒരു മോഡൽ വരാൻ ചാൻസസ് ഇല്ല. അതാണ് അതിന്റെ സക്സസ്. മോഡൽ വഴിയല്ലേ സിനിമയിലേക്ക് വന്നത്? ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാൻ അല്ലാതെ ഇൻസ്റ്റാഗ്രാംസിലും കുറെ അതുപോലത്തെ പരിപാടിയുണ്ട്. പക്ഷെ അതല്ലാതെ മെയിൻലി എനിക്ക് ഇവരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ടായിരുന്നു മുന്നേ. അപ്പൊ ആ ഒരു റേഞ്ചിലാണ് എനിക്ക് പരിചയമുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോഡലിംഗ് ചെയ്യുന്നുണ്ട്. പഴുത് നന്നാവട്ടെ. താങ്ക് യു. ഈ ഫേസ്ബുക്ക് വഴി ഇത്രയും കൂട്ടായ്മയിൽ സിനിമ വരിക എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ട് ടീം വന്നു സിനിമ പുറത്തിറങ്ങിയത് നിങ്ങൾക്ക് എങ്ങനെ പറ്റി? ഇത്രയും കാരണം എല്ലാവർക്കും ഈഗോ പറ്റുന്ന സംഭവമാണ് സിനിമ. ഞാൻ വലുത് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ശരിയൊക്കെ തോന്നുന്ന കാര്യങ്ങളാണ്. ഈ സിനിമ എങ്ങനെ വന്നു എന്നുള്ളത് അതിന്റെ ഡയറക്ടർ പ്രൊഡ്യൂസറാണല്ലോ വിശ്വസിച്ച് പറഞ്ഞത്. അത് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് നല്ലൊരു ചോദ്യമാണ്. സത്യം പറഞ്ഞില്ല, ഫേസ്ബുക്കിലൊരു കൂട്ടായ്മ ഉണ്ടായാൽ അത് പകുതി വഴിക്ക് ചാഴ്ച വരും. അതാണ് അവസ്ഥ. കാരണം നമ്മൾ വ്യത്യസ്തരായ ആൾക്കാരാണ്, വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. വീട്ടിലെ 4 പേര് തമ്മിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായമുള്ളപ്പോൾ പല വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ്. അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നതാണ് അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ അല്പ ദേഷ്യം മാറ്റി വയ്ക്കുക, ഈഗോ മാറ്റി വയ്ക്കുക. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ മനുഷ്യനാണെന്ന് കാണാനുള്ള മാനുഷികമായ നന്മ മനസ്സിലാക്കുന്നു. ഇതുണ്ടെങ്കിൽ ഒരു കൂട്ടായ്മ വിജയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിനപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബാക്ക് ബോണായിട്ട് വന്നത് നമ്മുടെ ഹീറോയാണ് രജനീഷ്. അദ്ദേഹം കാരണം കൊണ്ട് തന്നെയാണ് ഫേസ്ബുക്ക് കൂട്ടായ്മ തകർന്നു പോകേണ്ട ഒരു അവസരത്തിലും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിനകത്തുള്ള എല്ലാവരും ഫേസ്ബുക്കിലുള്ളവരല്ല. ആദ്യം തുടക്കത്തിൽ 7 പേര് മാത്രമേ ഫേസ്ബുക്കിലുള്ളൂ. പിന്നെ ഇവരെല്ലാം നമ്മുടെ കണക്ഷൻ വഴി വന്നു ചേർന്ന് പുതിയ സുഹൃത്തുക്കൾ ഇപ്പോൾ ദൃഢമായ ബന്ധം, നല്ല ആത്മബന്ധത്തിൽ പോയിക്കൊണ്ടിരിക്കണം. അതിന് കാരണം ഈ ഒരു ചിന്തയാണ്. നമ്മുടെ മുന്നിലിരിക്കുന്നവരെ നമ്മൾ ഈഗോ മാറ്റിയിട്ട് മനുഷ്യനായിട്ട് ഇടണം. ഇത് നായകനാണ്, ഇത് നായികയാണ്, ഡയറക്ടറാണ്, ഞാൻ ഡയറക്ടറാണ്, ഞാൻ വലിയ ഗൊപ്പത്താണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡൊന്നും ഞാൻ ഇവരോട് കാണിച്ചില്ല. അപ്പം ഇവരെല്ലാവരും ഈവൻ ലൊക്കേഷനിലായാൽ പോലും പ്രോപ്പർട്ടീസ് മാറ്റുന്നതിന് നായിക എടുത്ത് മാറ്റുമായിരുന്നു. ആ രീതിയിലുള്ളൊരു കൂട്ടായ്മയാണ് സിനിമ ഉണ്ടായത്. നമ്മൾ ഇവരോട് നമ്മൾ തന്നെ ഇറങ്ങും, ഇറങ്ങുമ്പോൾ ഇവരും കൂടെ ഇറങ്ങും. ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വിചാരിച്ചത് തന്നെ നിന്നോ? ഈ ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല? അതോ ക്രൈം ത്രില്ലർ മാത്രമായിട്ടാണോ പോകുന്നത്? ഒരു സോങ് ഉണ്ട്, ഒരു സ്റ്റണ്ട് ഉണ്ട്. സ്റ്റണ്ടിനൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ആവുന്നതാണ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്റ്റണ്ട് ചെയ്യാനാണ് കൂടുതൽ ക്യാഷ് ആവുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് ആയിട്ടുണ്ട്. സ്റ്റണ്ട് മാസ്റ്ററൊക്കെ വെച്ച് തന്നെയാണ് സ്റ്റണ്ട് ചെയ്യുന്നത്. 3 ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റണ്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എക്സ്പെൻസ് ആയിട്ടുണ്ട്. സോങ് ചെയ്യാനായിട്ട് 2 ക്യാമറ നമ്മൾ യൂസ് ചെയ്തു. നല്ലൊരു എക്സ്പെൻസ് ആയിട്ട് ഒരു പാട്ട് മ്യൂസിക് ചെയ്തതല്ല ഫേസ്ബുക്ക് കൂട്ടായ്മ തന്നെയാണോ? എറണാകുളത്തുള്ള ഫസലെന്ന മുമ്പ് മ്യൂസിക് ചെയ്തിട്ടില്ല, ഒരു യങ്ങായിട്ടുള്ള മ്യൂസിക്കായിരുന്നു. പാട്ട് പാടിയിരിക്കുന്നത് വിപിൻ കെ ശിവ, സിംഗറാണ്. പൊസിബറിലെ പാട്ട് പാടി വിപിൻ കെ ശിവയാണ് ഇതിൻ്റെ സോങ് പാടി. നല്ലൊരു പാട്ടാണ്, എല്ലാവർക്കും കേട്ട് ഇഷ്ടപ്പെടും. ഇപ്പോഴും കൂട്ടായ്മ ഉണ്ടോ? അതോ നിങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുക? ഒരു എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ഉണ്ടോ? ഒരുമിച്ച് തന്നെയാണ്, എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അടുത്ത മൂവി ഈ കൂട്ടായ്മയുടെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഇല്ല. ഫേസ്ബുക്കിലൂടെ വന്നതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിന്റെ കൂട്ടാണ്. അതായത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് അങ്ങനെ ഫേസ്ബുക്കിലൂടെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ ഉണ്ടായ കൂട്ടുകാർ. അതില് ആരായിരിക്കും നായകൻ? ഡിക്ക് ആയിരിക്കുമോ? അങ്ങനെ ആരായിരിക്കും ഉദ്ദേശിക്കണത്? ഇപ്പോ അടുത്ത ഇതിനകത്ത് ഡയറക്ടർ ഞാനല്ല, ജ്യോതിഷ് പറയപ്പെടുന്ന ഞങ്ങളുടെ കൂടെ തന്നെയുള്ള പുതിയ ആളാണ്. ഞങ്ങൾക്കുള്ള കൂടെ ഉള്ള എല്ലാവർക്കും
പരസ്പരം അവസരങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഡയറക്റ്റ് ടീമിനകത്ത് ഞാനുണ്ട്, സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. നായകൻ ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഉടനെ തന്നെ അവരിലോട്ട് എത്തും. ടൊവിനോയും പൃഥ്വിരാജിനെയാണ് നിങ്ങൾ കാണുന്നത്. ഇവരെല്ലാവരും ഉണ്ടാവും. രജൻ കൃഷ്ണയ്ക്ക് ടൊവിനോയുടെ പൃഥ്വിരാജിനോടൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ മാറ്റി വെച്ചിട്ടുണ്ട്. അനൂപിനും ഡേയ്സിനുണ്ട്, നിളയുമുണ്ട്. ഞങ്ങളെല്ലാം അതിന്റെ ഭാഗമായി. നിലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചല്ലേ? അല്ലേ? നിലയ്ക്ക് അവസരമാണ് ചോദിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ ഒരു രാജേട്ടോട് എന്താണ് ഉറപ്പല്ലേ? ഇപ്പൊ ഞാനല്ല യൂണിസീറ്റില് ഏത് നായികയും ഉറപ്പായിട്ടും എനിക്ക് ആഗ്രഹം ഉണ്ടാവും, ഉറപ്പായിട്ടും ചാൻസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. എനിക്ക് ആഗ്രഹം ആരോട് അഭിനയിക്കാൻ ആരോട് ആഗ്രഹം അങ്ങനെയല്ല, നമുക്കിപ്പോ ഞാനിപ്പോ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോ സത്യം പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഫിലിംസ് ഓരോന്ന് കാണുമ്പോഴും ഒരുപാട് പേരുടെ ആക്ടിങ് കാണുമ്പോഴും നമുക്ക് തോന്നി ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള ആരുടെ കൂടെയാണ് നമ്മൾ നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാണ് ഫസ്റ്റ്. അതാണ് എന്റെ ചോദിച്ചാൽ വലുതോ ചെറുതോ എന്നുള്ളതല്ല, കിട്ടുന്ന ക്യാരക്ടർ ഉറപ്പായിട്ട് ആ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ മനസ്സിൽ പോകരുത്. അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ കാര്യം. അത് ഉറപ്പാണ്, നിങ്ങൾ മറക്കത്തില്ല. ഈ സ്ക്രിപ്റ്റിന് വേറൊരു പ്രത്യേകമുണ്ട്. സ്ത്രീ കഥാപാത്രത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ക്രിപ്റ്റ് കൂടിയാണ്. സസ്പെൻസ് അതല്ല, സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നതല്ല സസ്പെൻസ്. നമ്മളൊരു ഇത്ര ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചാർട്ട് ചെയ്തിട്ട് ആ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് ഷൂട്ട് നിർത്താൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഒരു 3 days മുമ്പ് ഷൂട്ട് നടത്താനായിട്ട് സാധിച്ചു. ജസിന്റെ അനുഭവങ്ങളെന്ന് പറയുന്നത് അതിലേക്ക് എങ്ങനെയാണ് ഓഡീഷൻ മൂവിയെ സെലക്ട് ആയത് ഇതിന് മുമ്പ് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എത്തി ഈ ക്യാരക്ടറിനെ കുറിച്ചുകൊണ്ട് ഞാൻ എത്തുന്നത് സ്റ്റാലിൻ സാർ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അപ്പോൾ സ്റ്റാലിൻ സാർ ഒരിക്കലും മെസ്സേജ് ഇട്ട് ചോദിച്ചു ഇങ്ങനെ സംഭവമുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി സെലക്റ്റഡ് ആയി. ദുബായിൽ വന്നു. സംഭവം വളരെ പെട്ടെന്ന് സംഭവങ്ങൾ നടന്നു വരും. ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് കൊണ്ടൊക്കെ എനിക്ക് കുറച്ചുകൂടി, പിന്നെ ഇവര് എല്ലാവരും ഒരു കമ്പനി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് നടന്മാരുടെ കൂടെയാണ് ആദ്യം ചെല്ലുന്നതെങ്കിൽ നമുക്കൊരു ഭയങ്കര ടെൻഷനായിരിക്കും, ഊഹിച്ചറിയാം. പക്ഷെ ഇവര് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സത്യം പറയുകയാണെങ്കിൽ ഭയം ഉണ്ടായിരുന്നില്ല. സാറ് പറഞ്ഞു ചിലപ്പോൾ അത് രജൻ ഭായിയാവും പറയാം, അനൂപ് നിങ്ങളൊക്കെ പറയാറുണ്ട് ടൈസൺ അത് കുറച്ചിങ്ങനെ മാറ്റി പിടിച്ചാൽ നന്നായി. അവർ പറയുന്നത് അത് പരമാവധി ചെയ്തിട്ട് തോന്നൂല്ലേ? അപ്പൊ അത് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രതീക്ഷയുണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് വരും. എല്ലാവരും ഈ വിഷ്വൽ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും ഒന്നുകൂടെ ആവശ്യപ്പെടുകയാണ്, ഈ മൂവി തിയേറ്ററിൽ ചെന്ന് കണ്ട് ഞങ്ങളെപ്പോലുള്ള പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഇവിടെ എത്തിയ എല്ലാ സോഷ്യൽ മീഡിയയിലും പഴുതിൻ്റെ ഹൃദയമായ നന്ദി അറിയിക്കുന്നു.